അമിത്ഷാ അവതരിപ്പിക്കുന്ന ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാനാണോ നിങ്ങളെ കേരളം തെരഞ്ഞെടുത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ UDFന്റെ ഓരോ എംപിക്കും ബാധ്യതയുണ്ട്. NIA നിയമ ഭേദഗതിയെക്കുറിച്ചാണ് എന്റെ ചോദ്യം. ആ ബില്ലിനെ കോൺഗ്രസ് അനുകൂലിക്കുകയാണ് ചെയ്തത്. അതെന്ത് സർക്കസ്? BJPയെ നിശിതമായി എതിർക്കാനാണല്ലോ നിങ്ങളെ തെരഞ്ഞെടുത്തത്. പിന്നെന്തിന് അമിത്ഷായുടെ ബില്ലിനെ അനുകൂലിച്ചു? പത്തനംതിട്ടയിലെ പത്രലേഖകർ അവരുടെ MP-യോട് ഇതേ ചോദ്യം ചോദിച്ചു. ഉരുണ്ടുകളിയായിരുന്നു ഉത്തരം. എന്തിനിങ്ങനെ ഉരുണ്ട് കളിക്കണം? നാടിന് കേൾക്കേണ്ടത് നിങ്ങളുടെ ഉത്തരമാണ്. അത് പറഞ്ഞേ തീരൂ. 6 പേരാണ് ആ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. അതിലൊരാൾ ആലപ്പുഴ MP അഡ്വക്കേറ്റ് ആരിഫ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം സഭാരേഖകളിലുണ്ട്. എതിർപ്പിന്റെ കാരണം ഉറച്ച ശബ്ദത്തിൽ വ്യക്തമാക്കിയ പ്രസംഗം. ഇത്തരം ഡ്രാക്കോണിയൻ നിയമങ്ങളുടെ ഇരകൾ മതന്യൂനപക്ഷങ്ങളാണെന്ന് വസ്തുതാപരമായി ബോധ്യപ്പെടുത്തുന്ന പ്രസംഗം. ടാഡ പ്രകാരം ജയിലിലിട്ട 11 മുസ്ലിം ചെറുപ്പക്കാരെ 20 വർഷങ്ങൾക്ക് ശേഷം നിരപരാധികളെന്ന് കണ്ട് നാസിക്കിലെ പ്രത്യേക കോടതി വെറുതെ വിട്ട കാര്യം അമിത്ഷായെ ഓർമ്മിപ്പിച്ച പ്രസംഗം. ലോകം അവസാനിക്കുന്നതുവരെ നിങ്ങൾ ഭരണത്തിലുണ്ടാകുമെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന് അമിത്ഷായുടെ മുഖത്ത് നോക്കി ആരിഫ് പറഞ്ഞു. അതാണ് ഇടത് MP-മാരുടെ തന്റേടം. ആ തന്റേടം UDFന്റെ ഏത് MP കാണിച്ചിട്ടുണ്ട്? ഒരു ഉദാഹരണം, മരുന്നിന് ഒരെണ്ണമെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ? മോദിയുടെയും അമിത്ഷായുടെയും സൽക്കാരം സ്വീകരിക്കുന്നതിൽ പുളകം കൊള്ളുന്നവരാണ് UDF ലേബലിൽ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് പോയത്. കേരളത്തെ ഒറ്റിക്കൊടുക്കാൻ മടിയില്ലാത്ത പടുവാഴകൾ. അവർക്ക് കേരളത്തെ പ്രതിനിധീകരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? BJPക്കെതിരാണ് കേരളത്തിന്റെ പൊതുമനസ്സ്. ആ മനസ്സിനെയാണ് നമ്മുടെ ജനപ്രതിനിധികൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. മറിച്ചുള്ള നിലപാടുകൾ ജനവിധിയെ ഒറ്റിക്കൊടുക്കലാണ്. ഇക്കുറി കേരളം ഒറ്റക്കെട്ടായി പറയും, ഒറ്റുകാരെ വേണ്ടേ വേണ്ട. BJPയുടെ ബില്ലിനെ പിന്താങ്ങുന്നവർ താമര ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ധൈര്യം കാണിക്കട്ടെ. BJPയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ ഇടതുപക്ഷം മതി. ഇടതുപക്ഷമാണ് ഇന്ത്യയുടെ പക്ഷം. ഇടതുപക്ഷമാണ് കേരളത്തിന്റെ പക്ഷം.